കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണുവാൻ, ദൈവവചനവുമായിട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ നമ്മുടെ കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. സംഭവബഹുലമാകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുക്ക വാതിൽക്കലായിരിക്കുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഓരോ ദിവസവും നാം കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നവരാകണം. അങ്ങനെ കാത്തിരിക്കണമെങ്കിൽ നാം ദൈവവചനത്തിൽ വളരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഓരോ പ്രഭാതങ്ങളിലും നമ്മൾ ദൈവവചനവുമായിട്ട് നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കുന്നത്. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ദൈവത്തിൻ്റെ വചനം എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ 25 എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 26ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനമുള്ള PC സ്കറിയ സാർ, അതായത് പേരകത്ത് ചെറിയാൻ സ്കറിയ സാർ നമ്മോടൊപ്പമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകം സ്നേഹവന്ദനം അറിയിക്കുന്നു. ആഴമേറിയ ദൈവവചന മർമ്മങ്ങളാണ് ഈ ദിവസങ്ങളിൽ അദ്ദേഹം ലോകത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നും അദ്ദേഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തമായ ദൈവവചന ആലോചന ലഭിക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരു ചോദ്യം ചോദിച്ച് തന്നെ നമുക്ക് തുടങ്ങാം. അത് നമ്മൾ വിശുദ്ധ ദിവസത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ദൈവം എന്തുകൊണ്ടാണ് ഒരു വിശുദ്ധ ദിവസത്തെ സൃഷ്ടിച്ചത്, അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ഈ ശബദിനെ സൃഷ്ടിച്ച കർത്താവ് തന്നെ അതിനെ ലംഘിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനോടുള്ള കർത്താവിൻ്റെ സമീപനം എന്തായിരുന്നു? കാരണം കർത്താവാണല്ലോ നമുക്ക് എല്ലാത്തിനും മാതൃക. അപ്പം ഇന്ന് അനേകരും കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ശബദ് വേണ്ട, കർത്താവ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ശബദ് വേണ്ട, കർത്താവ് ശബദിന്റെ കർത്താവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് അനേകരും എന്ത് ചെയ്യുന്നു? വിശുദ്ധ ദിവസത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് കർത്താവിന് വിശുദ്ധ ദിവസത്തോടുള്ള മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന കർത്താവ് അതിനെ എങ്ങനെ സമീപിച്ചു, അല്ലെങ്കിൽ കർത്താവിന്റെ സമീപനം എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, കർത്താവായ യേശു ക്രിസ്തു ശബദ് സൃഷ്ടിച്ചു. അതെ, ഈ കർത്താവിൽ ഇത് കാണുന്നുണ്ടോ എന്ന് നോക്കാം. അതെ, വേറൊരു പ്രശ്നമുണ്ട്. കർത്താവിൽ ഇത് കാണുന്നു എന്ന് നമ്മൾ ദുർവചനത്തിൽ നിന്ന് തെളിയിച്ചാലും അപ്പോഴ് സാത്താൻ എന്താണ് പറയുന്നത്? അതിന് മറ്റൊരു തർക്കം കൊണ്ടുവരും, അല്ലേ? അത് കർത്താവായ യേശു ക്രിസ്തു യഹൂദനായതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെയാ അങ്ങനെ പറയുന്നവരുണ്ട്. കർത്താവായ യേശു ജനിച്ചത് യഹൂദ നാട്ടിലാണ്. അത് വചനപ്രകാരം യഹൂദ നാട്ടിൽ തന്നെ ജനിച്ചു. അങ്ങനെയാണ് പ്രവചനം നിർവചനം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദനായി എഴുതി തള്ളുന്നത് ശരിയാണോ? വലിയ മണ്ടത്തരം. കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദനായി എഴുതി തള്ളിയാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ ക്രിസ്ത്യാനിക്ക് കർത്താവില്ലാത്ത ക്രിസ്ത്യാനിത്വമായി മാറും. അതെ, എന്നുള്ളത് സത്യമാണ്, അല്ലേ? കർത്താവ് യഹൂദനാ. യഹൂദന്മാരോട് പറഞ്ഞു, അങ്ങനെ യഹൂദനായി തള്ളിക്കളഞ്ഞാൽ ക്രിസ്ത്യാനിത്വം കർത്താവില്ലാത്ത ക്രിസ്ത്യാനിത്വമായി മാറും എന്നൊരു തകരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ എന്തൊക്കെ കാണുന്നോ അത് മുഴുവനും ഒരു മനുഷ്യനിൽ കാണണം എന്നുള്ള പാഠം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. അതെ, കർത്താവ് കാൽ കഴുകി, നിങ്ങൾ കാൽ കഴുകും. കർത്താവ് ക്രൂശ് ചുമന്നു, നിങ്ങൾ ക്രൂശ് ചുമക്കണം. കർത്താവ് ക്രൂശിക്കപ്പെട്ടു, നിങ്ങൾ ക്രൂശിക്കപ്പെടുക. കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു. അതുകൊണ്ട് കർത്താവിൽ ജീവിക്കുന്ന മനുഷ്യൻ അതുപോലെ തന്നെ ചെയ്യണമെന്ന് കണ്ടു, അല്ലേ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ചിലർ പറയുന്ന പോലെ ശബദ് ലംഘിച്ചിട്ടൊന്നുമില്ല, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൽ ശബദ് കാണുന്നുവോ എന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവിടുന്ന് വളർന്ന നസ്രത്തിൽ വന്നു, ശബദിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അതന്നെ. അപ്പം ഏത് ദിവസമാണ് പോയത്? ശബദിൽ പോയി, അല്ലേ? അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ ശബദ് കാണുന്നുണ്ട്. ശബദിൽ പോയെന്ന് മാത്രമല്ല, പതിവ് പോലെ പോയി.
എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാത്രമല്ല വളർന്നു വരുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പറയുന്നു, വേറൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം യഹൂദനായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അതെ, അത് വളരെ അബദ്ധമാണ്. യഹൂദന്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് അവനോട് പറയാ, നീ ലോകത്തോട് ഇത് അറിയിക്കണം കാര്യം അങ്ങ് മറന്നു പോവുക. അത് മനുഷ്യന് അബ്രഹാമിനെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ പറയുന്നത് എന്താണെന്ന്, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്ന. അങ്ങനെ ഏബ്രഹാമിന്റെ സന്തതിയിൽ എല്ലാ ആരാധനയുടെ നിബന്ധനകളും ചട്ടങ്ങളും വിധികളും ദൈവത്തിന്റെ ഹിതങ്ങളെല്ലാം അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ ലോകത്തോട് സുവിശേഷം അറിയിക്കായിരുന്നു എന്നുള്ള കാര്യം. ഇന്നത്തെ ലോകത്തിന് പക്ഷെ പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പം, ഈ യഹൂദന് കൊടുത്തതായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. അത് സമയം കിട്ടുന്നെങ്കിൽ നമുക്കൊരു മറ്റൊരു എപ്പിസോഡിലെടുക്കാം. അല്ലെന്നില്ല ചുരുക്കമായിട്ടെങ്കിലും നമുക്ക് പറ്റുന്ന സമയത്ത് പറയാം. വളരെ അബദ്ധമാണ് കേട്ടോ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിൽ ശബത്ത് കാണുന്നുണ്ട്, പതിവ് പോലെ ശബത്തിൽ കാണുന്നു അല്ലേ. ഇനി പൗലോസ് അപ്പോസ്തലനിൽ ശബത്ത് കാണുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ. അതെ, അത് തന്നെ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വായിക്കണം. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്ന് ഇരുന്നു. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവിൻ എന്ന് പറയിച്ചു. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇനി ശ്രദ്ധിച്ചോണേ, അടുത്ത വാക്യം വായിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. വായിച്ചോളൂ. ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? ജാതികളിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിച്ചവരാന്നുള്ള കാര്യം ഇംഗ്ലീഷ് ഭാഷയിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു ജെന്റൈൽസ്. അപ്പൊ ഇസ്രായേൽ പുരുഷന്മാരും ജാതികളും യഹൂദന്മാരും ജാതികളും എന്ന് പറഞ്ഞാൽ അർത്ഥം ജാതികളിൽ നിന്ന് ദൈവമതം സ്വീകരിച്ച് വന്നിട്ടുള്ളവർ. ഓക്കെ, ആയുള്ളവരെ കേൾപ്പീൻ. അപ്പൊ 2 വിഭാഗം ആളുകളുണ്ട്. ആരാ? യഹൂദന്മാരും ഉണ്ട്, ജാതികളിൽ നിന്ന് യഹൂദന്മാരായവരും ഉണ്ട്. ക്രിസ്ത്യാനികളായവരും ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പൊ യഹൂദന്മാരുടെ പള്ളി എന്ന് പറയാൻ പറ്റുമോ? യഹൂദന്മാർക്ക് വേർതിരിച്ചൊരു പള്ളി ഇല്ല. അങ്ങനെ അല്ല. യഹൂദന്മാരുടെ പള്ളി എന്ന് പറഞ്ഞാലും അവിടാണ് ജാതികളിൽ വന്നിട്ടുള്ളവരും ആരാധിച്ചിരുന്നത്. പിന്നെ വേറൊരു സ്ഥലം ഇല്ലല്ലോ. യെരുശലേം ദേവാലയം എന്ന് പറയുന്നത് അവിടെ അകത്തെ സ്ഥലം, പുറത്തെ സ്ഥലത്ത് വന്നും ജാതികളുണ്ട്. അവർക്ക് അകത്തോട്ട് പ്രവേശനം ഇല്ലെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പൗലോസ് പറയുന്നത് സംബോധന ചെയ്യുന്ന ആരാണ്? ഈ സമൂഹത്തിൽ യഹൂദന്മാർ മാത്രമല്ല എന്ന് ചുരുക്കം. അതന്നെ എന്ന് പറഞ്ഞിട്ട് പ്രസംഗം പറയാണ്. ഈ പ്രസംഗം കഴിഞ്ഞിട്ട് എന്തായി നോക്കാം. അതിൻ്റെ തന്നെ അവിടെ ആ വാക്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ യഹൂദന്മാർക്കും ജാതികളിൽ നിന്ന് വന്നവർക്കും എല്ലാം ഒരേ ആരാധന സ്ഥലവും ഒരേ ആരാധന ദിവസവും ആയിരുന്നു. അത്രേ ഉള്ളൂ. ഈ മറ്റ് സ്ഥലങ്ങളെന്ന് പറയുന്നത് സിനഗോഗ്, ജാതികൾ ഞായറാഴ്ചയും യഹൂദന്മാർ ശനിയാഴ്ചയും കൂടിയെന്നല്ല. അല്ല, നമുക്ക് നോക്കാം. വരുന്നുണ്ടോ നോക്കാം അല്ലേ. അപ്പോഴ് പള്ളി വിരിഞ്ഞു പോകുമ്പം അതിന്റെ 44-ാമത്തെ വാക്യം വായിക്കണം. 44-45. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13:42. അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണം എന്നവർ അപേക്ഷിച്ചു. ഓക്കെ. അപ്പൊ പള്ളി വിട്ടു പോകുമ്പോഴ് അവിടുന്ന് ചിലരെന്ന് പറയാ, പൗലോസേ നീ തിരിച്ച് അടുത്ത ശബത്തിലും, ഈ ശബത്ത് കഴിഞ്ഞാല് തൊട്ടടുത്ത ദിവസം ഏതാ? ഞായറാഴ്ച. അവിടെ വല്ലതും ഉണ്ടോ? അവിടെ ഒന്നുമില്ല. ഇല്ലെന്ന്. അങ്ങനെ സംഭവം ഇല്ല. ചരിത്രം നോക്കിയിരുന്നാലും ഈ ഞായറാഴ്ച ആരാധന എന്ന് പറയുന്നതിന്റെ തുടക്കം തന്നെ വരുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. അതെ അല്ലേ. കുസ്തന്തീനോസ് തിരുമേനിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ അവിടെ ഇല്ലെന്ന് ഇല്ല. ഓക്കെ. ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ദിവസം വരാൻ വിളിച്ചാനേ. ഓക്കെ. അപ്പൊ പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ഭക്തിയുള്ള മതാനുസാരികൾ, യഹൂദ മതാനുസാരികൾ
യഹൂദമതത്തിലേക്ക് അത് തന്നെ വന്നവര്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ ക്രിസ്ത്യാനിത്വം തുടങ്ങുന്ന എവിടെ? യഹൂദന്മാരിൽ തുടങ്ങുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു യഹൂദൻ. അതെ. 12 ശിഷ്യന്മാര് യഹൂദന്മാര്. അപ്പൊ ഈ യഹൂദൻ പറയാണ്, നോക്കണം, ഈ യഹൂദൻ 12 യഹൂദന്മാരോട് പറയാണ്, നിങ്ങൾ ലോകത്തൊക്കെയും പോയി സുവിശേഷം അറിയിച്ചിട്ട് സകല ജാതികളെയും യഹൂദന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. വേറൊരു ശിഷ്യനാകാം സാറ് പറ. ഞാൻ നോക്കിയിട്ടൊന്നും പറയാൻ കാണുന്നില്ല അല്ലേ? കർത്താവിന്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ തുടക്കം അല്ലേ? പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പെന്തക്കോസ്ത് നാളില് എത്ര പേര് സ്നാനപ്പെട്ടു? 3000 പേര്. അവരെല്ലാവരും ആരാ? യഹൂദന്മാരായിരുന്നു. അപ്പൊ ഈ ക്രിസ്ത്യാനിത്വത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് എവിടാ? യഹൂദന്മാർ. തുടക്കം എന്ന് പറയാൻ പറ്റത്തില്ല. ഈ യഹൂദ മതത്തിന്റെ തുടർച്ചയാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. അവിടെ വേറെ ഒരു കഞ്ഞിവെപ്പില്ലായിരുന്നു. ഇല്ല. അത് തന്നെ. അപ്പൊ ഇവിടെ അല്ലാതെ എങ്ങനെ പറയുന്നത് അല്ലേ? അതുകൊണ്ട് അടുത്ത ശബദിൽ അല്ലേ വരണമെന്ന് പറയുന്നു. ഇനി അല്പം കൂടെ വായിച്ചു, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിറ്റേ ശബദിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. ഏത് പട്ടണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പട്ടണ നിവാസികളൊക്കെ വന്നുകൂടി. അതെ. പിന്നെ വേറൊരു കാര്യം കാണാം, വായിച്ചോളൂ. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ. ഇത് അതേത് യഹൂദന്മാരാ? അത് വിശ്വാസം ഇല്ലാത്ത യഹൂദന്മാരായിരിക്കും. അത് സ്വാഭാവിക യഹൂദന്മാര് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത യഹൂദന്മാര്. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത യഹൂദന്മാരുണ്ട്. സ്വാഭാവികമായ യഹൂദന്മാർ. ജന്മം കൊണ്ട് യഹൂദനായവൻ. ജന്മം കൊണ്ട് ആരും യഹൂദനാകുന്നില്ല. വാസ്തവത്തിൽ ജന്മം കൊണ്ട് ആരും ഒന്നും ആകുന്നില്ല. പോട്ടെ, എനിക്ക് മനസ്സിലായി എന്താ പറയുന്നത്. പിന്നെ എന്താണ് യഹൂദ മതം അല്ല, ഈ ക്രിസ്തുവിനെ വിശ്വസിച്ച് വന്നവര് യഹൂദന്മാര്. പിന്നെ ജാതികളിൽ നിന്നും ക്രിസ്തുവിനെ വിശ്വസിച്ച് വന്നവര് അല്ലേ? അപ്പൊ അങ്ങനെ അവരെയാണ് ഇവിടെ പറയുന്നത്. പിറ്റേ ശബദിൽ ആരൊക്കെ കൂടി വന്നു? പട്ടണം മുഴുവനും കൂടി വന്നു. അന്നേരം യഹൂദന്മാർക്ക് അസൂയ തോന്നുക. ഈ അസൂയ തോന്നുന്നതെന്നറിയാമോ? ഇപ്പൊ ഏത് മതമായാലും ശരി, അതിനകത്തുനിന്ന് ഒരാൾ വേറൊരു മതത്തിലോട്ട് പോകുന്നതിനില്ല, ഉടനെ എന്തുവാണ്? അസൂയ. അപ്പൊ അവനെ പിടിച്ച് ദണ്ഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ചരിത്രമാണ് അല്ലേ? അപ്പൊ അങ്ങനെ യഹൂദന്മാർക്ക് എടാ ഇത് തിന്നുകളയുന്നല്ലോ, നമ്മുടെ മതത്തെ തിന്നുകളയുന്നു, എല്ലാവരും അങ്ങോട്ട് പോവുക, ഇതെന്താ? ആ ഒരു സാഹചര്യം പറഞ്ഞിരിക്കുന്നു അല്ലേ? അവരെ കണ്ട അസൂയ നിറഞ്ഞവരായിട്ട് താഴോട്ട് വായിച്ചോളൂ. ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? നിങ്ങള് ശമരിയക്ക് പോകല്ലേ, അവിടെ പോകല്ലേ, ഇവിടെ പോകല്ലേ, എന്താണ് ആദ്യം നിങ്ങള് ഈ യഹൂദ ഗോത്രത്തിൽ തന്നെ പോകണമെന്ന് പറയുന്നുണ്ട്. അടുക്കൽ പോകാതെ പട്ടണത്തിൽ കടക്കാതെ. അതെന്താന്നറിയാമോ? അത് ദാനിയേൽ പ്രവചനത്തിൽ നിറവേറില്ല. 70 ആഴ്ച വിട്ടും നിനക്കും നിന്റെ ജനത്തിനും വേർതിരിച്ച് തന്നിരിക്കുന്നു. അത് കഴിയുന്നിടം വരെ എങ്ങും പോകണ്ടെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ചുരുക്കം ഒന്ന് ഗ്രഹിക്കാൻ വേണമെന്നിരിക്കും. ഓക്കെ. എന്നിട്ട് എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചിരിക്കുന്നതിനാൽ വിധിച്ചു കളയുന്നു. അപ്പൊ എന്താ പറയുന്നെന്ന് പറയാ, സംഗതി വളരെ ദൈവത്തോട് മറുതലിച്ച് നിൽക്കാതിരുന്നാൽ മാത്രം മതി. റിബല്യൻ ഈസ് സിൻ എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പാപം എന്നുള്ളതിനെ പറ്റി ഇന്നും അത് തന്നെയല്ലേ? ഇതിനായിട്ട് പൂച്ചയ്ക്ക് കയറിട്ടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുക വേണ്ട. നീ സമർപ്പിച്ചു കൊടുക്കുക, സത്യത്തിന് കീഴ്പ്പെട്ട് കൊടുക്കുക, നിനക്ക് രക്ഷ പ്രാപിക്കാം. അല്ലെങ്കിലോ പോക്കാന്ന് ചുരുക്കം. അത് തന്നെ. അപ്പോഴ് പൗലോസ് അപ്പോസ്തലനിൽ ശബദ് കാണുന്നുണ്ടോ? ഉണ്ട്. ഇനി പുതിയ നിയമത്തിൽ ശബദ് കാണുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ? ക്രിസ്തുവിൽ കാണുന്നുണ്ട്. ക്രിസ്തുവിൽ കാണുന്നത് കൊണ്ട് പൗലോസിൽ കാണുന്നു. കാര്യം ക്രിസ്തുവിൽ കാണുന്നതെല്ലാം ക്രിസ്ത്യാനിത്വത്തിൽ കാണണം. അതുകൊണ്ടാണ് പൗലോസിലുള്ളത്. അതുകൊണ്ട് പൗലോസ് യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കാൻ പോകുന്നത് വെറും തർക്കാമുട്ടി അല്ലേ? അങ്ങനെ പറയുന്നതാ അല്ലേ? ഒരു കാര്യം ചെയ്യാം. ഇനി ഇത് വാസ്തവത്തിൽ വളരെ അഗാധമായിട്ടുള്ള സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു
വാക്യമാണ്. ഓക്കെ, നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിന്റെ 19, 20 വായിക്കാം. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, യെരുശലേം കൗൺസിലിന്റെ അപ്പൊ എന്തൊക്കെയാ വേണ്ടതെന്നുള്ള കാര്യം തീരുമാനിക്കാൻ യെരുശലേം കൗൺസിൽ കൂടിയപ്പോൾ മൂപ്പന്മാരും കൂടി അപ്പോസ്തലന്മാരും ഒക്കെ കൂടിയ ചരിത്രത്തിന്റെ ചുരുക്കം അവിടെ എഴുതിയിരിക്കും. വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്കെഴുതേണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അപ്പം ഈ കൗൺസിൽ കൂടിയിട്ട് അതിന്റെ തീരുമാനം എന്താണെന്നുള്ള കാര്യം എഴുതി അറിയിക്കുക. ആരെ അറിയിക്കണം? മോശയുടെ ന്യായപ്രമാണം. അവിടെ നിൽക്കട്ടെ. ഇതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാം? ജാതികളെ അറിയിക്കുന്നുണ്ടെന്നോ. കാര്യം എന്നാണെന്നറിയാം? ജാതികളിൽ നിന്ന് ക്രിസ്തുവിലേക്ക് തിരിയുന്നവരെ എന്തൊക്കെ വർജിച്ചിരിക്കണം. യഹൂദനോട് പറയേണ്ട കാര്യമില്ലല്ലോ, അവർക്കറിയാം. അപ്പൊ ജാതികൾക്ക് വേണ്ടിയിട്ടുള്ള എഴുത്താണോ ഇത്? ആണ് അല്ലേ? അതെ. യഹൂദന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അല്ല, വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പോയിന്റാണിത്. എന്താണ്? ജാതികളിൽ നിന്ന് ക്രിസ്തുവിലേക്ക് തിരിയുന്നവര് എന്തൊക്കെ എഴുതി അറിയിക്കണം എന്ന് പറഞ്ഞാൽ, അപ്പൊ ജാതികൾക്കാണ് എഴുത്തെഴുതുന്നു എന്നുള്ള കാര്യം മനസ്സിൽ ഓർത്തിരിക്കണം. വായിച്ചുള്ള കാര്യമായിട്ട് മോശയുടെ ന്യായപ്രമാണം ശബത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവർ ഉണ്ടല്ലോ. ഇപ്പൊ ആരാ വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്? പള്ളിയില. കേൾക്കേണ്ടത് ആരാ? ജാതികൾ കേൾക്കാനുള്ളതാ. ഓക്കെ, നോക്കിക്കണം. എഴുത്തെഴുതുക, തീരുമാനം എന്താണെന്ന് ജാതികളെ അറിയിക്കുക. എഴുതി അറിയിച്ചിട്ട് ശബദ് തോറും പൂർവ്വകാലം മുതൽ ശബദിൽ കൂടി വരുന്ന പതിവുണ്ടല്ലോ. അപ്പൊ അവിടെ ഇത് വായിക്കുമ്പോൾ ജാതികൾ ഇത് കേട്ട് അവരെന്തൊക്കെ അനുസരിക്കണമെന്ന് മനസ്സിലാക്കിക്കോളൂ എന്നാ പറയുന്നതിന്റെ കാര്യം. അതെ. അപ്പൊ ഞായറാഴ്ച ആണെങ്കിൽ ശനിയാഴ്ച വായിക്കുന്നിടത്ത് ജാതികൾ എങ്ങനെ കേൾക്കും പറയാം. ഇതെന്തൊരു ബുദ്ധിമോശമാണെന്ന് പറയാം, അല്ലേ? ഇപ്പൊ ജാതികൾക്കുള്ളതാണെന്നില്ല, അന്ന് വായിക്കുന്നവരാണ്, അവരാണ് കേൾക്കേണ്ടത്. അപ്പൊ അതൊരു വളരെ വളരെ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു സത്യമാണ്, അല്ലേ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം കൂടെ. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യപട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ആരെ അന്വേഷിക്കുന്നത്? ക്രിസ്ത്യാനികളെ അന്വേഷിച്ചു. ഒന്നുകൂടെ വായിച്ചോളൂ. ഞാൻ എല്ലാ പള്ളികളിലും എന്ന് പറഞ്ഞിരിക്കുന്ന പള്ളി ഏതാ? സിനഗോഗ് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ആരാധന സ്ഥലം. ശബദിൽ മാത്രമേ അവിടെ ആരാധന സിനഗോഗിൽ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? വായിച്ചോളൂ. അപ്പൊ ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട്. സാറേ, ഞാൻ ചോദിക്കുന്നത് ഒരല്പമെങ്കിലും ഇവിടെ വിവരം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനും കാണാനും സാധിക്കുന്നല്ലോ. എല്ലാവരും ആരാധനയ്ക്ക് കൂടി വന്നിരുന്നത് സിനഗോഗിൽ ശബദിലാ കൂടി വന്നിരുന്നെന്ന്. ക്രിസ്ത്യാനിയെ അന്വേഷിച്ച് ഞായറാഴ്ച പോകുന്നില്ലെന്ന്, കാര്യം അവിടെ ഇല്ലായിരുന്നെന്ന് എന്ത് പറയുന്നു? അങ്ങനൊരു സംഭവം ഈ കാലത്ത് ഇല്ല. അതുകൊണ്ട് അപ്പോസ്തോലിക കാലത്ത് തുടങ്ങിയതാ ഞായറാഴ്ച എന്ന് പറയുന്നത് വെറും വിഡ്ഢിത്തരമാണെന്ന് ചുരുക്കം. അപ്പൊ നമ്മള് ക്രിസ്തുവിൽ ശബദ് കാണുന്നു. ക്രിസ്തുവിൽ ശബദ് കാണുന്നത് കൊണ്ട് പൗലോസ് അപ്പോസ്തലനിൽ ശബദ് കാണുന്നു, അല്ലേ? അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ശബദ് കാണുന്നു. നമ്മളിൽ എന്തോ കാണണം? ക്രിസ്തുവിൽ കാണുന്നതൊക്കെ നമ്മളിലും കാണണം. ക്രിസ്തുവിൽ സ്നാനം കാണുന്നു, അത് പറയുന്നുണ്ട്. ഈ പല സഭക്കാരും ഇന്ന് സ്നാനപ്പെടുത്തുന്നുണ്ട്. കാര്യം എന്നാ? നമുക്കറിയാം ആരാന്ന്, അല്ലേ? അതെന്താണ്? ക്രിസ്തുവിൽ കാണുന്നു. അത് ക്രിസ്തുവിന്റെ കൽപ്പനയാണെന്നാ പറയുന്നത്. ക്രിസ്തുവിന്റെ കൽപ്പനയാ. അങ്ങനെയാണെന്നരിയിൽ ഇതോ എന്തുകൊണ്ടില്ല? അത് ഇത് വചനവുമായിട്ട് ഇങ്ങോട്ട് യോജിച്ചു വരുന്നില്ല എന്ന് കാണുവാൻ തക്കണം സാധിച്ചു. സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 7 മുതൽ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. യൂത്തിക്കോസ് എന്ന ഒരു യൗവനക്കാരൻ കിളിവാതിൽക്കലിരുന്ന് ഗാഠനിദ്ര പിടിച്ച് പൗലോസ് വളരെ നേരം സംസാരിക്കിയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. അതന്നെ. അപ്പം
ഇവിടെ ആഴ്ചപ്പുറത്തിൻ്റെ 1-ാം ദിവസം ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോഴെന്ന് പറഞ്ഞു. ഇന്ന് അപ്പം നുറുക്കാൻ കൂടി വന്നില്ലേ? അതെ. ഇത് വാസ്തവത്തിൽ ഒത്തിരിയുണ്ട്. അതെ. അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ? അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ തിരുവത്താഴം മാത്രം അർത്ഥമില്ല. അല്ല, ആഹാരം കഴിക്കുന്നതിനും അപ്പം നുറുക്കുക എന്ന് പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ കപ്പൽ ഛേദത്തിൽപ്പെട്ടിട്ട് എന്താണ് അന്ന് പറയുകയാണ്, അവൻ അപ്പം എടുത്ത് വാഴ്ത്തി, നിങ്ങൾ ഇന്ന് 14-ാം ദിവസമാകുന്നു പട്ടിണി കിടന്നിട്ട്, അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. തിരുവത്താഴമായിരുന്നു. അല്ല. അപ്പം അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അപ്പം നുറുക്കലും തിരുവത്താഴം അല്ലല്ലോ. അങ്ങനൊരു കാര്യം വേദപുസ്തകം സ്ഥാപിക്കുന്നില്ല. ഇവിടെ ഇത് അപ്പം നുറുക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാ കൂടി വന്നത്? പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട്. അത് ഈ മീറ്റിംഗ് എന്തോ മീറ്റിംഗാ? യാത്രയപ്പ് യോഗം വന്ന് സാറിന് എങ്ങനെ അറിയാം? സാർ ഒരു സമുദ്രക്കാരനായതുകൊണ്ട് പറയാ, ഓ അത് അങ്ങനെയല്ല, ഈ യാത്രയാക്കാന്നുള്ള കാര്യം എങ്ങനെ അറിയാം? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട്. അപ്പൊ എന്നാൽ ഇച്ചിരി ക്ലിയർ ആക്കാം അല്ലേ? താഴോട്ട് പോകും. 35-ാമത്തെ വാക്യം മുതൽ 38 വരെ വായിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും കാണുക വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്രയായി. അയ്യോ മറിഞ്ഞു കിടക്കുന്നേ. അപ്പം 7-ാമത്തെ വാക്യം പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചത് കൊണ്ടെന്ന് പറയുന്നത് ഇവിടെ സ്ഥാപിക്കുകയാണ്. ഈ ഭാഗത്ത് എന്താണ്? അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ഇനി നിന്റെ മുഖം കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ കരഞ്ഞു. കപ്പലോളവും ചെന്നവനെ യാത്രയായി. അപ്പൊ യാത്രയയക്കാൻ കൂടി വന്നത് അപ്പം നുറുക്ക്. അത് തന്നെയല്ല, ഒരു സംഭവം കൊണ്ട് ദിവസം വിശുദ്ധമാകുന്നില്ല. അപ്പം നുറുക്കാൻ കൂടി വന്നു. അങ്ങനെയാണെന്നൊരു വ്യാഴാഴ്ച ആണെന്നില്ല അപ്പം നുറുക്കാൻ കൂടി വന്ന കർത്താവ്. വ്യാഴാഴ്ച വിശുദ്ധമായോ? ഇല്ല. അതുകൊണ്ട് ആ ഒരു പ്രമാണം തെറ്റാ. ആ ഒരു തത്വം തന്നെ ശരിയല്ല എന്ന് കാണുവാൻ എന്തൊക്കെയാണ് സാധിക്കുന്നുണ്ടോ അല്ലേ? അപ്പൊ ഇനിയും ഈ കാര്യത്തെ തന്നെ നോക്കാം. അവിടെ യൂത്തിക്കോസ് എന്ന് പറയുന്നവന് വീണു. ഭയപ്പെടണ്ട, അവന്റെ പ്രാണൻ അവനിൽ തന്നെ ഉണ്ട്. കയറി ചെന്ന് എന്തോ ചെയ്തു എന്ന് പറയാം. ഭാഗം ഒന്ന് വായിച്ചേ. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണ് തഴുകി, ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിൽ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്ന്. അപ്പം നുറുക്കി ആർക്കെങ്കിലും കൊടുത്തോ? ഇല്ല. യേശു ക്രിസ്തു എന്ത് ചെയ്തു? അപ്പം നുറുക്കി കൊടുത്തു. പൗലോസ് അപ്പം നുറുക്കി ആർക്കെങ്കിലും കൊടുക്കുന്നു? ഇല്ല. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല. അപ്പത്തെ വാഴ്ത്തുന്നുണ്ടോ? ഇല്ല. ഈ ഒന്നും ഇല്ലെന്ന്. ഇത് പിന്നെ എങ്ങനെ തിരുവത്താഴം സ്ഥാപിക്കാൻ അവിടെ യാതൊരു രേഖ പോലും ഇല്ല. പിന്നെ ഉണ്ടാക്കുക ഇത് അല്ലേ? ഇല്ലാത്തതിനെ ഉണ്ടാക്കി എടുക്കുക. ഇത് ആത്മാർത്ഥമായിട്ട് വായിച്ചു നോക്കുന്ന ഏത് മനുഷ്യനും നഗ്നമായിട്ട് കിടക്കുന്ന ഒരു സത്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങനെയല്ല എന്നുള്ള കാര്യം ജനം പറയുന്ന പോലെയുള്ളത് അല്ല. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന് വിശുദ്ധ ശബദിനോടുള്ള സമീപനം. നമ്മൾ പല വാക്യങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ശബദ് കാണുന്നുണ്ട്, പൗലോസിൽ ശബദ് കാണുന്നുണ്ട്, പുതിയ നിയമത്തിൽ ശബദ് കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ദൈവം സ്ഥാപിച്ച ഒന്നിനെ ഇല്ല എന്ന് മനുഷ്യൻ പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അതിന് നേർവിപരീതമായിട്ട് നമുക്ക് സത്യം വെളിപ്പെടുത്തി തരുന്നു. നാം അസത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരായിട്ടല്ല, സത്യം ഗ്രഹിച്ച് സത്യത്തിൻ്റെ അനുയായികളായിട്ട് തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കാണുന്നത് നമ്മിലും കാണുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന് ശുദ്ധ ശബദിനോടുള്ള സമീപനം എന്തായിരുന്നു എന്ന് നടികളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, അടിയങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുകയും ക്രിസ്തുവിലുള്ളത് അടിയങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ പദത്തിനടിയങ്ങൾ യോഗ്യരല്ല എന്നടിയങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവിലുള്ളത് അടിയങ്ങളിലും കാണുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അടിയങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. അവരുടെ സമർപ്പണത്തെ മാനിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നെടുവീർപ്പുകൾ, ആകുലതകൾ, എല്ലാ പ്രതിബന്ധങ്ങളിലും കർത്താവിൻ്റെ കരം കൂടെ ഇരുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക.
മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിലും ഇത് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവവചനത്തിൽ വളരുവാൻ കർത്താവ് എല്ലാം സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തും. ദൈവത്തിന് ഒരു സഭയുണ്ടോ? ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണോ? ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണോ? സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ്? തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747097977. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 9747097977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം നിങ്ങളെ പരിചയപ്പെടുത്തും. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചനാടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം തികച്ചും സൗജന്യമായിട്ട് നൽകുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 9747097977. ഒരിക്കൽ കൂടെ പറയാം, 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 915684332122 9747097977.